അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ദക്ഷിണകേരള ജംഇയ്യത്തുൽ 70-ാം സ്ഥാപക ദിനം നാളെ ആഘോഷിക്കപ്പെടുകയാണ്. ജൂൺ 26 ഞായറാഴ്ച. അന്ന് എല്ലാ മദ്രസകളുടെയും മസ്ജിദുകളുടെയും ദക്ഷിണകേരള ജംഇയ്യത്തുൽ മുഴുവൻ സ്ഥാപനങ്ങളുടെയും മുമ്പിൽ പച്ചപ്പട്ടിൽ കാർബം ആലേഖനം ചെയ്യപ്പെട്ട ജംഇയ്യത്തുൽ ഔദ്യോഗിക പതാക ഉയർത്തി സംഘടനയുടെ ലക്ഷ്യങ്ങളും അടിസ്ഥാന ഉദ്ദേശങ്ങളും ബഹുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 69 വർഷം പിന്നിട്ട ദക്ഷിണ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നവോത്ഥാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1955 ജൂൺ 26 കൊല്ലം കൊച്ചുപള്ളിയിൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ്. അന്ന് തിരുക്കൊച്ചിയായിരുന്നു. മലബാർ പ്രദേശങ്ങൾ അഖിലവും മദ്രാസിൻ്റെ ഭാഗമായിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ അവിടുത്തെ മറ്റ് സംഘടനകളുമൊക്കെ മദ്രാസിൻ്റെ ഭാഗത്തായിരുന്നു. 1956 കേരള പ്രവി ഉടലെടുത്തതോടെ തിരുക്കൊച്ചി ജംഇയ്യത്തുൽ എന്ന പേര് മാറ്റി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ എന്ന ഭേദഗതി അംഗീകരിക്കപ്പെട്ടു. ദക്ഷിണയുടെ ചരിത്രം വളരെ പ്രവിശാലമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ശബ്ദമായിരുന്ന വലിയ ഗോളശാസ്ത്രജ്ഞനും ഖുർആൻ പണ്ഡിതനുമായിരുന്ന PK യൂനുസ് മൗലവിയാണ് സ്ഥാപക പ്രസിഡന്റ്. അദ്ദേഹം ലോകം ആദരിച്ചിട്ടുള്ള വലിയ മഹാനായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അമീർ ഫൈസലിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്നെത്തിയ ഏറ്റവും പ്രമുഖരായ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ രാജാവിൻ്റെ ആതിഥേയത്വത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മികവ്, പാണ്ഡിത്യം പ്രകടിപ്പിക്കുന്ന ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള കഴിവ്, ഇതൊക്കെ മനസ്സിലാക്കിയ മലബാറിലെ പ്രമുഖരായ മുൻകാല പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ പ്രദേശമായ ചിറ്റുമൂലയിലേക്ക്, കരുനാഗപ്പള്ളി ചിറ്റുമൂലയിലേക്ക് വേണ്ടത്ര വാഹന സൗകര്യമില്ലാത്ത കാലത്ത് എത്തിച്ചേരുകയും യൂനുസ് മൗലവിയുമായി ബന്ധം സ്ഥാപിക്കുകയും ഇത്രയും വലിയ ഒരു പണ്ഡിതനും ഏറെ പണ്ഡിതന്മാരുമുള്ള തെക്കൻ കേരളത്തിൽ ജംഇയ്യത്തുൽ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പറവണ്ണ മോദിയൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയുള്ള പ്രമുഖന്മാരൊക്കെ ആ വിഭാഗത്തിൽ മുൻനിരയിലാണ്. അങ്ങനെയാണ് ദക്ഷിണ കേരള തിരുക്കൊച്ചി ജംഇയ്യത്തുൽ ഉടലെടുത്തത്. ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെ പ്രാദേശികമായി സാംസ്കാരിക നായകന്മാരാകേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ തിരുക്കൊച്ചിയിൽ ഒരു ജംഇയ്യത്തുൽ രൂപീകരിച്ച് സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി, ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി എത്തിക്കണമെന്ന് മലബാറിലെ പ്രമുഖന്മാർ ആവശ്യപ്പെടുകയും അവർ വേണ്ട വിധത്തിലുള്ള സഹകരണവും
പ്രചോദനവും പ്രോത്സാഹനവും നൽകുകയുണ്ടായി. അൽബയാൻ പത്രത്തിൻ്റെ അന്നത്തെ കോപ്പികൾ പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാകും. ചങ്ങനാശ്ശേരിയിൽ നടന്ന ആദ്യകാല സമ്മേളനത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവറുല്ലാഹു ബർക്കത അവരുകളായിരുന്നു. അതോടൊപ്പം ആലങ്കോട്ട് നടന്ന ഒരു സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി വന്നത് വിശ്വമഹാപണ്ഡിതനായിരുന്ന ബാക്കിയാത്തു സാലിയാത്തിൻ്റെ പ്രിൻസിപ്പൽ ഷെയ്ഖ് ആദം ഹസരത്ത് അവരുകളായിരുന്നു. ഇങ്ങനെ ലോകത്തറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും ദക്ഷിണയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നാലാലൊരു മദ്ഹബിനെ കർമ്മപരമായ രംഗത്ത് അംഗീകരിച്ചുകൊണ്ട് അശാരി മാതുരീദി രണ്ട് മദ്ഹബുകളിൽ ഒന്നിനെ വിശ്വാസ പ്രമാണങ്ങളിൽ അംഗീകരിച്ചുകൊണ്ട് വിസാലു ഹദറത്തുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് എത്തിച്ചേരുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്. ആ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ കരതേറുന്ന ശക്തിയായി ദക്ഷിണ കേരള ജമിയത്തുലമ അന്നു മുതൽ ഇപ്പോഴും ഇന്നുവരെ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 3000-നടുത്ത് വരുന്ന പ്രാഥമിക മദ്രസകൾ, ദക്ഷിണയുടെ നേതാക്കൾ നേതൃത്വം നൽകുന്ന അറബിക് കോളേജുകൾ, തെക്കൻ കേരളത്തിലെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകപ്പെടുന്ന ഏക സ്ഥാപനമായ വർക്കല മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, മന്നാനിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാങ്ങോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മന്നാനിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉൾപ്പെടെ പല യത്തീംഖാനകളും ഹിഫ്ദ് കോളേജുകളും അറബിക് കോളേജുകളും ദക്ഷിണയുടെ കീഴിൽ പ്രവർത്തിച്ചു വരും. വളരെ അച്ചടക്കത്തോടെ ആത്മാഭിമാനത്തോടെ ഗുണനിലവാരത്തോടു കൂടിയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ദക്ഷിണയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കണമെന്നും കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്നും പല സുഹൃത്തുക്കളും ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ആ പേരിൽ ഒരുങ്ങി നിന്ന് ഭരണഘടനയുടെ അതിർത്തിയിൽ ഒരുങ്ങി നിന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാനാണ് ദക്ഷിണയുടെ തീരുമാനം. ദക്ഷിണ ഇതുവരെയും ആലോചിച്ചിട്ടില്ല. ആലോചിക്കാനും സാധ്യത കുറവാണ്. കാരണം അതിൻ്റെ കാര്യമില്ല. പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ബാധ്യത നിറവേറ്റാനാണ് ദക്ഷിണ രൂപീകൃതമായത്. അതിനാണ് മലബാറിലെ പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചത്. യൂനുസ് മൗലവി ഉൾപ്പെടെയുള്ള പ്രമുഖന്മാർ തീരുമാനിച്ചതും അങ്ങനെയാണ്. അവരുടെ തീരുമാനത്തിൽ നിന്ന് അണികളെ വ്യതിചലിച്ച് മുന്നോട്ട് പോകാൻ ആരും ആഗ്രഹിക്കുന്നു. മഹാനായ PK യൂനുസ് മൗലവി ആരോഗ്യ പ്രശ്നത്താൽ പ്രസിഡന്റ് സ്ഥാനം എടുത്തപ്പോൾ താൽക്കാലിക പ്രസിഡന്റായി കിളികല്ലൂർ അലി മൗലവി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ ജമിയത്തുലമയുടെ അത്യുന്നത ബോഡി കൂടിയിട്ട് റയീസുലമ M ശിഹാബുദ്ദീൻ മൗലവി നവറുല്ലാഹു ബർക്കത അവരുടെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാപക ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാളായിരുന്നു. അന്ന് കേരളം മൊത്തം ശോഭിച്ചിരുന്ന അറിയപ്പെട്ടിരുന്ന കായംകുളം ഉമ്മറുട്ടി മുസ്ലിയാർ അവർ നവറുല്ലാഹു. അതിനുശേഷം പല പ്രമുഖ പണ്ഡിതന്മാർ BP അമ്മാൻ സാഹിബ്, ഉബി തഖ്വീദി ബരീൽ മൗലവി തുടങ്ങിയുള്ള മുഹമ്മദ് റൂഹ് മൗലവി തുടങ്ങിയുള്ള ധാരാളം പ്രമുഖ പണ്ഡിതന്മാർ, അടുത്ത കാലത്തായി വഫാത്തായ VM മൂസ മൗലവി വർദ്ധര, ചേരക്കളം അബുൽ ബുസ്ര മൗലവി ഉസ്താദ് അവറുകൾ, Y അബ്ദുൽ ലത്തീഫ് മൗലവി അവറുകൾ തുടങ്ങിയുള്ള ധാരാളം പണ്ഡിതന്മാർ ദക്ഷിണയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ അവരുടെ എല്ലാം മറന്ന് ദക്ഷിണയുടെ ഉയർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാളെ 70ാം ജന്മദിനം ആഘോഷിക്കുന്നു. 69 വർഷങ്ങൾ പിന്നിട്ടു. ഈ 70 വർഷവും അല്ലെങ്കിൽ 69 വർഷവും പിന്നിട്ട ഈ കാലത്തിലൊക്കെ ഒരേ ഹൃദയത്തിൻ്റെ തുൽപ്പോടും വികാരത്തോടും ഒരേ സ്വരത്തോടും കൂടിയാണ് ദക്ഷിണ കേരളത്തിലെ പണ്ഡിതന്മാർ ദക്ഷിണയുടെ കുറുക്കീഴിൽ പ്രവർത്തിച്ചു. ആരെങ്കിലും അതിനെതിരായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ
അതിനെതിരായി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവരും മറ്റുള്ളവരും അറിയാതെ തന്നെ ദക്ഷിണയിൽ നിന്ന് പുറത്തുപോയിട്ടുള്ള ചരിത്രമാണ്. അത്രത്തോളം അഹമ്മൻ കുസിസ് അല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ കാവലുള്ള ഒരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുലമയ്ക്ക് ഒരു എംബ്ലവും ഒരു കൊടിയും കണ്ടെത്താൻ വേണ്ടി PK യൂസുഫ് മൗലവിയുടെ അധ്യക്ഷതയിൽ കൊല്ലം കൊച്ചുപള്ളിയിൽ നടന്ന യോഗത്തിൽ മാരാത്തോൺ ചർച്ചകൾ നടത്തപ്പെട്ടു. അവരന്ന് കണ്ടെത്തിയ എംബ്ലവും കൊടിയും പരിശുദ്ധ കാബ ശരീഫിൻ്റെ എംബ്ലവും പച്ചപ്പട്ടിൽ കാബം ആലേഖനം ചെയ്യപ്പെട്ട കൊടിയുമാണ്. അതിനവർ ഏകയായി കണ്ടെത്തിയത് ഒമൻ ദഖലഹു കാന ആമിന. ആര് പരിശുദ്ധമായ ഹറം ശരീഫിലേക്ക് കടക്കുന്നവോ അവർ നിർഭയരാണ്, ആരെയും ഭയപ്പെടുകയില്ല. അതുപോലെ രക്ഷയുടെ കൊടുക്കലിൽ വരുന്നവർ നിർഭയരായിട്ട് സന്തോഷത്തോടെ സമുദായത്തിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉയർച്ചയ്ക്കും നവോത്ഥാനത്തിനും വേണ്ടി പ്രവർത്തിക്കണം. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 70-ാം സ്ഥാപക ദിനമായ നാളെ പച്ചപ്പുറത്തിൽ കാബം ആലേഖനം ചെയ്യപ്പെട്ട പതാക രക്ഷയുടെ മദ്രസകൾ, രക്ഷയുടെ സ്ഥാപനങ്ങൾ, തെക്കൻ കേരളത്തിലെ മഹല്ല് ജമാഅത്തുകൾ ഒക്കെ തന്നെ അത് ഏറ്റെടുക്കുകയും ആ പതാക ഉയർത്തപ്പെടുകയും രക്ഷയുടെ ഇതുവരെയുള്ള മഹത്തായ പാരമ്പര്യം വിശദീകരിക്കപ്പെടുകയുമാണ്. എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. കൊടിയൂർ മുഹമ്മദ് മൗലവി, ജനറൽ സെക്രട്ടറി ദക്ഷിണ കേരള ജമിയത്തുലമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.